ഇത് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറയോടാണ്. ചെറുപ്പക്കാർ ഭയങ്കര ദേഷ്യം കാണിക്കുന്ന കുട്ടികളുണ്ട്. പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് നിസ്സാര വിഷയങ്ങൾക്ക് ഭർത്താവുമായി ഉടക്കുണ്ടാക്കി എനിക്ക് ത്വലാഖ് വേണം എന്ന് പറഞ്ഞ് വിവാഹ ജീവിതം അവസാനിപ്പിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിസ്സാര വിഷയങ്ങൾ പറയാൻ പോലും എനിക്ക് നാണം തോന്നുന്നു. അതിനുവേണ്ടിയൊക്കെ ത്വലാഖ് വേണമെന്ന് ഭർത്താവിനോട്. പെൺകുട്ടികൾക്ക് ക്ഷമ വരുന്നില്ല. എല്ലാ പെൺകുട്ടികളെ പറ്റിയല്ല പറയുന്നത്, ക്ഷമയില്ലാത്തവരും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് പറയാതെ വയ്യ. പെൺമക്കളെ ചോദിച്ചത് മുഴുവനും വാങ്ങിച്ചു കൊടുത്തു, ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അവരെ വിട്ടു, കാശ് കൊടുത്തു. പിന്നെ തൊട്ടതിനും പിടിച്ചതിനും അവർക്ക് പരാതിയാണ്, ദേഷ്യമാണ്, അവർക്ക് എറിഞ്ഞു പൊളിക്കണം, എന്ത് സാധനവും അടിച്ചു പൊട്ടിക്കുക. ഇങ്ങനെ ശീലമുള്ള മക്കൾ അച്ചടക്കം ശിക്ഷയും ശിക്ഷണവും കൊടുത്ത് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ക്ഷമ വേണം. മൻ കലമ ഗൈളൻ, ആർക്കാ ദേഷ്യം വരാത്തത്? നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പക്ഷേ ദേഷ്യം കടിച്ചു പിടിക്കുമ്പോഴാണ് നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളായി മാറുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ കലമ ഗൈളൻ, നിങ്ങൾക്ക് ദേഷ്യമുണ്ട്, ആ ദേഷ്യമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. ദേഷ്യത്തിന്റെ പേരിൽ, വൈരാഗ്യത്തിന്റെ പേരിൽ നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. എന്നാൽ നിങ്ങളത് ചെയ്യാതെ അല്ലാഹുവിന് വേണ്ടി ആ ദേഷ്യവും പകയും നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ദഅാഹുല്ലാഹു അലാ റഊസിൽ ഖലായിഖ്, നാളെ പരലോകത്ത് കോടാനുകോടി മനുഷ്യരുടെ മുമ്പിൽ പ്രത്യേകമായി അല്ലാഹു അവരെ വിളിച്ചു വരുത്തും. ഹത്താ യുഖയ്യിറഹു മിനൽ ഹൂറിൽ ഐനി യുസവ്വിജുഹു മിൻഹാ മാ യശാ, അവരാഗ്രഹിക്കുന്ന ഹൂറുൽ ഐനുകളെ വിവാഹം ചെയ്യാൻ അല്ലാഹു അവരനുവദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.